കരുവന്നൂരിൽ പാർട്ടിക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് വീഴ്ച സംബന്ധിച്ചത്. ഉദ്യോഗസ്ഥരും ഭരണസമിതിയും അറിയാതെ കരുവന്നൂരിൽ ഇത്ര വലിയ ക്രമക്കേട് നടക്കില്ലെന്ന് പൊതുസമ്മേളന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ MV ഗോവിന്ദൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കരുവന്നൂരിലെ വീഴ്ച സമ്മതിക്കുകയാണ് ഇന്ന് ഈ പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉദ്യോഗസ്ഥരും ഭരണസമിതിയും അറിയാതെ കരുവന്നൂരിൽ ഇത്രയും വലിയ ക്രമക്കേട് നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഈ മറുപടിയിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. കരുവന്നൂരിലെ ഗുരുതര വീഴ്ചയാണ്. ഈ വീഴ്ചയിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് സഹകരണ സംഘങ്ങളും പ്രവർത്തിക്കണം, നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കണം എന്നുള്ളതാണ് ഈ പ്രതികൾക്ക് മുന്നിൽ മറുപടിയായി MV ഗോവിന്ദൻ അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങളിലും സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞു. പോലീസ് അവരുടെ പണിയെടുക്കുന്നു. പോലീസിനെതിരായ വിമർശനങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണ്. പോലീസിനെതിരായ വിമർശനങ്ങൾ മാധ്യമങ്ങൾ പർവ്വതീകരിക്കുകയാണ്, അതിനൊപ്പം പോകരുത് എന്നുള്ളതാണ് ഈ പ്രതികളോട് മറുപടിയായി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ തൃശൂരിലും CPIMനുള്ളിൽ വിഭാഗീയത രൂക്ഷമാണ് എന്ന കാര്യം MV ഗോവിന്ദൻ എടുത്തു പറഞ്ഞു. പുഴയ്ക്കൽ, ചാലക്കുടി, കുന്നംകുളം എന്നിവിടങ്ങളിലാണ് വിഭാഗീയത ശക്തം. സമ്മേളനം സുഗമമായി പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം ഈ ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായി എന്നുള്ളതാണ് MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ ഈ ചില DYFI നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നു. അവരെല്ലാം തന്നെ ഈ പാർട്ടിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുള്ള ഒരു നടപടി കൂടി സ്വീകരിക്കണം എന്നുള്ളത് MV ഗോവിന്ദൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്ക് പെൻഷൻ നൽകാത്ത അടക്കമുള്ള കാര്യങ്ങൾ പ്രതികൾ പൊതുചർച്ചയിൽ വിമർശിച്ചിരുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളതാണ്. പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനും കൊടുക്കാനും സർക്കാരും പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ സമ്മേളനങ്ങളിലെ വാർത്ത ചോർന്നതിലും നിശ്ചിത വിമർശനം MV ഗോവിന്ദൻ നടത്തി. വാർത്ത ചോർത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കും എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഉന്മേഷ്, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.